ഇന്നത്തെ ഒരു പ്രത്യേക ദിവസവും കൂടിയാണ്. നമ്മൾ ഗുഡ് ഈവനിങ് കേരളത്തിൽ എല്ലാ ദിവസവും 4 മണി മുതൽ 6 മണി വരെയാണ് എനിക്കൊപ്പം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന വിനയചന്ദ്രൻ അല്ലെങ്കിൽ അവരുടെ ആ ശ്രേണിയിൽപ്പെട്ട ആളുകൾ നമുക്കൊപ്പം ചേരാറ്. അത് ഈ അരമണിക്കൂറിലുള്ള വാർത്തകൾ ആംഗ്യഭാഷയിൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ലോക ആംഗ്യഭാഷാ ദിനവുമാണ്. ആ കാര്യങ്ങൾ കൂടി വിനയചന്ദ്രൻ ആംഗ്യഭാഷയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിനയ, കുറച്ചു നേരം നമുക്കൊന്ന് സംസാരിക്കാം. വിനയൻ, പ്രിയ അല്ലെങ്കിൽ ഭാവന, അങ്ങനെ നീണ്ട നിരയുണ്ട്. അവരെല്ലാം ഓരോ ദിവസം മാറി മാറി പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ്, ആളുകൾക്ക് അറിയാവുന്നതാണ്. ഇങ്ങനത്തെ ഒരു ദിവസം എന്നത് നിങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി സ്പെഷ്യലാണ്. കാരണം നിങ്ങൾ ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ ഒരു തീരുമാനം എത്രയോ ആളുകൾക്ക് ഈ ലോകത്തെ നടക്കുന്ന സംഭവങ്ങൾ ആംഗ്യത്തിലൂടെ അറിയിച്ചു കൊടുക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടല്ലോ. എങ്ങനെയാണ് വിനയൻ ഈ ദിവസം ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനെടുത്ത ആ തീരുമാനത്തെയും അഭിമാനം കൊള്ളുന്നത്, നിങ്ങളുടെ ഈ രീതിയിലും? തീർച്ചയായിട്ടും അഭിമാനം തന്നെയാണ് ഈ പ്രൊഫഷനിൽ ജോലി ചെയ്യുക എന്നുള്ളത്. ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ സംസാരിക്കുന്ന ഒരാളാണെന്ന് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. പലരും സംസാരിക്കാത്ത ആളാണെന്നാണ് കരുതുന്നത്. ഞാനൊരു സംസാരശേഷിയുള്ള കേൾവിശക്തിയുള്ള ആൾ തന്നെയാണ്. ഈ പ്രൊഫഷനിൽ അഭിമാനം കൊള്ളുന്ന പ്രധാനപ്പെട്ട കാരണം വളരെ ചുരുക്കം ആൾക്കാർ മാത്രമുള്ള ഒരു പ്രൊഫഷനാണത്. കേരളത്തിൽ തന്നെ ഒരു 100 പേരിൽ താഴെയാണ് ഇതിലുണ്ടാവുള്ളൂ ഈ ജോലി ചെയ്യുന്നവർ. ഇന്ത്യയിലും അങ്ങ് നോക്കിയാൽ അങ്ങനെ തന്നെ ഒരു 2000 പേർക്കുള്ളിലെ ഈ ജോലി ചെയ്യുന്ന മുഴുവൻ ആൾക്കാരുണ്ടാവുള്ളൂ. പക്ഷേ അത്ര ആൾക്കാരല്ല ഇന്ത്യയിൽ ഈ ജോലി ഡിമാൻഡ് ചെയ്യുന്ന മാർക്കറ്റ് അങ്ങനെയല്ല ഉള്ളത്. ഈ ജോലി തിരഞ്ഞെടുക്കാൻ പ്രധാനപ്പെട്ട കാരണം ഒരിക്കലുണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടുകയും അയാളോട് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് തോന്നുകയും, അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഷ പഠിക്കണം, ഈ ഭാഷ പഠിച്ച് അയാളുടെ ലൈഫ് മനസ്സിലാക്കണം എന്ന ഒരു ജേർണലിസം പാഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹത്തിൽ പഠിച്ച ഭാഷയാണ്. പക്ഷേ ഇപ്പോൾ അതേ മാധ്യമ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനത്തിൽ ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ പോലും അതേ ജോലി ചെയ്തു വരുന്നതിൽ വളരെ അഭിമാനമുണ്ട്. അല്ല വിനയ്, ഇപ്പോൾ കാലങ്ങൾക്ക് മുൻപാണെങ്കിൽ ദൂരദർശനിൽ മാത്രമാണ് നമ്മൾ ആംഗ്യഭാഷയിലുള്ള വാർത്താവതരണം കണ്ടിരുന്നത്. പക്ഷേ പിന്നീട് കാലങ്ങൾ മാറി, അതിൻ്റെ ആവശ്യകത കൂടുതൽ നമ്മുടെ സംവിധാനങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അതിനപ്പുറത്തേക്ക് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും കൃത്യമായ ഒരു സമയം ഇതിനു വേണ്ടി നീക്കിവെക്കണമെന്നൊരു കർശനമായ ഒരു നിബന്ധന കൂടി വന്നതോടുകൂടിയാണ് എല്ലാവരും ഇത് ഉൾക്കൊള്ളിക്കാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിനപ്പുറത്തേക്ക് നേരത്തെയൊക്കെ നമ്മളൊരു സർക്കാർ പരിപാടികളിലോ അല്ലെങ്കിൽ മറ്റ് ഇവൻറ്റ്സിലൊന്നും ആംഗ്യഭാഷയിൽ അത് അവതരിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ കാണാറില്ല. പക്ഷേ ഇപ്പോൾ അത് കൃത്യമായി നമ്മളെല്ലാവരെയും കരുതലോടുകൂടി കൊണ്ടുപോകണം. എല്ലാവർക്കും ഈ ലോകത്തറിയുന്ന കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട് എന്നൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടായി. അതിൻ്റെ ഭാഗമായി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാലും അത്തരത്തിൽ ഒരുപാട് ഇവൻറ്റ്സ് പങ്കുവയ്ക്കാനുള്ള, അതിൽ ഒരുപക്ഷെ അവരനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ വിവരങ്ങൾ അവർ തിരിച്ചറിയുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സന്തോഷം, അത് നിങ്ങളിലേക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? പ്രധാനപ്പെട്ട എന്തുകൊണ്ട് സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രിട്ടേഷൻ എല്ലായിടത്തും നിർബന്ധമാക്കി എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം, ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം 2016 ആണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി മാറിയത്. അതിനു മുമ്പ് ആംഗ്യഭാഷ പരിഭാഷ വളരെ ചുരുക്കം ഉണ്ടായിരുന്നു എങ്കിലും ഇതൊരു നിയമമായി മാറിയപ്പോൾ ആക്സസിബിലിറ്റി, എല്ലാവരും തുല്യരായി കാണണം, എല്ലാ ആശയങ്ങളും പ്രാപ്യമാകണം എന്നൊരാശയം വന്നപ്പോഴാണ്, ഈ നിയമപ്രകാരമാണ് 2016 മുതലാണ്, നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഈ ആംഗ്യഭാഷ പരിഭാഷ ഇപ്പോൾ എല്ലായിടത്തും വരുന്നത്. ഇതിലേറ്റവും സന്തോഷം ദിവീഷോടം പറഞ്ഞത് തന്നെയാണ്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, ഇപ്പോൾ എനിക്ക് ഒരു അനുഭവത്തിൽ തന്നെ ഒരാൾക്ക് കേൾവിശക്തിയില്ലാത്ത അല്ലെങ്കിൽ ആംഗ്യഭാഷ ഉപയോഗിക്കുന്ന ഒരാൾക്ക്, അയാൾക്ക് 3 കുട്ടികൾ, അയാളുടെ ഭാര്യയുടെ 3 കുട്ടികളുടെ അബോട്ടായിപ്പോയി. അതിന് കാരണം ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ, അവർക്കുള്ള തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങളുടെ തീവ്രത, അത് എങ്ങനെ കൈകാര്യം ചെയ്തൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രായത്തിന് ശേഷം, ഏകദേശം 42-ന് ശേഷം ഒരു കുട്ടി, അദ്ദേഹത്തിന് വീണ്ടും അയാളുടെ ഭാര്യ ഗർഭം ധരിക്കുകയും എന്നോട് വിളിച്ച് ഈ കാര്യം പറഞ്ഞു, നിങ്ങളൊരു ദിവസം കൂടെ വരണം, ഡോക്ടറോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ട്രിവാൻഡ്രത്തിലുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുള്ള അസുഖങ്ങൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായത്. അതുവരെ അദ്ദേഹത്തിൻ്റെ പാരൻസ്, ഈ ആളിൻ്റെ പാരൻസ് സംസാരിക്കുമായിരുന്നു. പക്ഷേ പാരൻസ് സംസാരിക്കുമ്പോഴും ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ, ഒരു അസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ തീവ്രതയെക്കുറിച്ച് പറയുമ്പോൾ, മരുന്നുകളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ പാരൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിധിയുണ്ട്. കാരണം അവരൊന്നും പ്രൊഫഷണലി പഠിച്ചു വന്ന ആൾക്കാരോ അല്ലെങ്കിൽ ആംഗ്യഭാഷയുടെ എല്ലാ തലങ്ങളും മനസ്സിലാക്കുന്ന ആൾക്കാരൊന്നുമല്ല, അവർക്ക് പരിമിതികളുണ്ട്. അപ്പം അതുമുഖം ഞാൻ ആ ആളുടെ കൂടെ പോവുകയും ഏകദേശം ഒരു 6 മാസത്തോളം ഇതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങൾ സഹകരിക്കുകയും ചെയ്തു. അതിനൊരു മകനുണ്ടായി. അദ്ദേഹം ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. അപ്പോൾ അന്ന് ഞാൻ കണ്ട ഒരു സന്തോഷം, അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ട, അദ്ദേഹത്തിന് ഒരിക്കലും ഒരു കുട്ടി ഉണ്ടാവില്ല അല്ലെങ്കിൽ അത് കിട്ടാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയ ആ അവസ്ഥയിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സന്തോഷം, ആ സന്തോഷം എന്നെ എപ്പോഴും നയിക്കുകയാണ്. ഓരോ ദിവസവും അത്തരം ആൾക്കാരെ
കണ്ടെത്തുക, അവർ ഈ പ്രശ്നങ്ങളിൽ ഇടപെടുക, ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ ആ പ്രശ്നത്തിൽ നമ്മൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മൾ ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. വിനയൻ നമ്മുടെ അതിഥിയായിരുന്നു കുറച്ച് മിനിറ്റുകൾ. ഇനി വിനയൻ അല്ലേ ജോലിയിലേക്ക് കിടക്കാം അല്ലേ വിനയ?